വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് ഓപ്പോ A60 4G സ്മാർട്ട് ഫോണാണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കമ്പനി എടുത്ത് പറയുന്ന കാര്യം US മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻറ്റ് ടെസ്റ്റ് പാസ്സായ സ്മാർട്ട് ഫോൺ എന്നാണ്. അതായത് താരതമ്യേന നിലത്ത് വീണാൽ പൊട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് കമ്പനി പറയുന്നത്. നമ്മൾ ഒത്തിരി തവണ നമ്മുടെ ഒരു സ്റ്റുഡിയോ ഒരു കണ്ടീഷനിൽ വെച്ച് നമ്മൾ ടെസ്റ്റ് നടത്തിയപ്പോൾ യാതൊരു ഇഷ്യൂസ് നമുക്ക് ഡിസ്പ്ലേയിലോ കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. നല്ല രീതിയിൽ തന്നെ ടച്ച് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യാതൊരു പോറലും ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് സമയം കളയേണ്ട, നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ലഭിക്കുന്നുണ്ട്. 45 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ അഡാപ്റ്ററാണ് ലഭിക്കുന്നത്. പിന്നെ Type A to Type C ചാർജിങ് കേബിളും. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് റിപ്പിൾ ബ്ലൂ ആണ്. ഇത് കൂടാതെ മിഡ് നൈറ്റ് പർപ്പിൾ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പാനലും ബോഡി ഫ്രെയിമും യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു പാറ്റേൺ നമുക്ക് ബാക്ക് പാനൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവൽ ഷേപ്പിലാണ് ക്യാമറ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. ഒരല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ 7.7 mm ആണ് ബോഡി തിക്നെസ്. 186 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബ്രോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശം കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. 3 കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. താഴ്വശത്തായിട്ട് ഒരു 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്ക്, ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ക്ലിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ തന്നെ പോസിറ്റീവും പറയാൻ സാധിക്കും, അതുപോലെ തന്നെ ചില നെഗറ്റീവ്സും ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 950 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. വെളിയിലൊക്കെ പോയാൽ നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. എനിവേ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മഴക്കാലത്തൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് പുറത്ത് പോവുകയാണെങ്കിൽ മഴ പെയ്താൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടച്ച് റെസ്പോൺസ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി ബോയ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മഴയത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഇത് എനിക്കൊരു പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ മഴ പെയ്താൽ പോലും നമുക്ക് ടച്ച് റെസ്പോൺസ് ചെയ്യുന്നുള്ള ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എടുത്ത് പറയാനാണെങ്കിൽ HD+ മാത്രമാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒട്ടും വെർത്തല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ഫുൾ HD+ എങ്കിലും കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ AMOLED കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് എന്ന് പറയാൻ സാധിക്കും. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഇൻഡോർ സിറ്റുവേഷനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ 264 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്നുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. അതുപോലെ മുകളിലും താഴെയായിട്ടും അല്പം തിക്നെസ്സോട് കൂടിയിട്ടുള്ള ബസലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ജസ്റ്റ് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. Qualcomm Snapdragon 680 എന്ന് പറയുന്ന 4G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6 nm ടെക്നോളജിയാണ്. ഒക്ടാ കോറിൽ 2.4 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 610 ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU എനിവേ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവൻ ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഞാൻ Asphalt 9 ആണ് ഇതിൽ കളിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ആ ഒരു ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് വലിയ ഹൈ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളതല്ല. എനിവേ 8GB 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയൻ്റാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ് വരുന്നത്. അപ് ടു 8GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലും ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. NFC നിലവിൽ ഖത്തറിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടല്ല. ചില രാജ്യങ്ങളിലുള്ള സ്മാർട്ട് ഫോണിൽ NFC-യും സപ്പോർട്ട് തന്നെയാണ്. എനിവേ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ColorOS വേർഷൻ വരുന്നത് 14 തന്നെയാണ്. നമുക്കറിയാം ColorOS ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആഡ്വേഴ്സും ബ്ലൂടൂത്തും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആപ്പ് സജഷൻസും അതുപോലെ ഗെയിമിംഗ് സജഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ന് പറയാൻ സാധിക്കും. നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കാര്യങ്ങളുണ്ട്. എനിക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ നമുക്കൊരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 45 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറാണ് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 65 to 70 minutes ആണ് എനിക്ക് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പം നിലവിൽ ഇറങ്ങുന്ന ഓപ്പോ സ്മാർട്ട് ഫോണിലൊക്കെ മിക്കതും ഒരു 3 to 4 years
സ്റ്റേബിൾ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ലഭിക്കുമെന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് കമ്പനി പറയുന്നത്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്കൊരു മോർണിംഗ് ടു ഈവനിങ് എന്നുള്ള രീതിയിലും, അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കിൽ ആ ഒരു ആനിമേഷൻ്റെ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 2 ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും കാണാനെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഷാർപ്നെസ്സും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇത് HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സെയിം ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഫോട്ടോ നമ്മൾ PC യിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഡിവൈസിലേക്കൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ഫോട്ടോസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡേ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ള ലെവലിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ കളറാണ് മിക്ക സമയത്ത് ലഭിച്ചിട്ടുള്ളത്. ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടും കാണുന്നുണ്ട്. നൈറ്റ് ഫോട്ടോഗ്രാഫിയും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റിയുടെ കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെയാണ്. അത്ര വലിയ ഒരു സ്റ്റെബിലിറ്റിയെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓവറോൾ സ്റ്റെബിലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മികച്ച രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റുമായിരുന്നു. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. റിയർ ക്യാമറ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്റ്റെബിലിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് ഇത്തരത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക. ഫേസ് ഭയങ്കര ഷാർപ്പല്ല, ഒരല്പം സോഫ്റ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 256GB 714 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 17,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ ഒട്ടും വേർത്തല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം തന്നെ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ട ഈ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു ഡ്യൂറബിലിറ്റി തന്നെയാണ്. നിങ്ങളൊരു റഫ് യൂസറൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോണൊക്കെ കയ്യിൽ നിന്ന് വീണ് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണിൽ ഒന്നാണ്. അതല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റ് ന്യൂനതകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് എന്നുള്ള കാര്യം. എനിവേ എന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തെന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.